ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം കാനഡയിലാണ്. 2024 സെപ്റ്റംബർ 15 2023 സെപ്റ്റംബർ 14 ഇവിടെ വന്നിരുന്നു. ഇവിടെ നിന്ന് ഇതേ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു. പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു, കാരണം എന്നെ തകർക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പല പ്രവൃത്തികളും ചെയ്തൊരു സമയമായിരുന്നു. ബട്ട് അൽഹംദുലില്ലാ തകർന്നിട്ടില്ല ഗൈസ്, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കാനഡയിൽ രാവിലെ 7 മണിയായി. നല്ല തണുപ്പാണ്, മഞ്ഞൊന്നുമില്ല. പക്ഷേ നമ്മളിത് നല്ല വയനാട്ടിൽ പോയ ഫീലാട്ടോ. നമ്മൾ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ്. ഇവിടെ ഫോഗ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി സീനറിയാണ്, കണ്ടോ. പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പം താമസിച്ച നമ്മുടെ ജെയ്സൻ്റെ അതേ വീട്ടിലാണ് ഇത്തവണ താമസിക്കുന്നത്. പക്ഷേങ്കിൽ ഇത്തവണ നമുക്ക് ഒരു അതിഥി കൂടുതലുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അത് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ആൾ ഭയങ്കര കുഞ്ഞായിരുന്നു. ജെയ്സൺ ബ്രോ രാവിലെ തന്നെ ചായ ഒക്കെയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കുന്നല്ലേ. അത് മാത്രല്ല, കഴിഞ്ഞവണ അച്ഛനമ്മയ്ക്ക് ഉണ്ടായിരുന്നേ. ഇവിടെ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ നല്ല അടിപൊളി പുട്ടും കടലയും ചെറുപയറും ഒരു അടിപൊളി കൊല്ലം ടൈപ്പ് സൂപ്പർ ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ പാവം കഷ്ടപ്പെടില്ല കേട്ടോ. അപ്പൊ സ്വന്തമാക്കാണ്. ഇതാണ് നമ്മുടെ സ്വന്തം ദിൽബേബി. ദാ ക്യാമറ. വാവ്, ചിരിച്ചേ ഹായ് പറ ക്യാമറയില്. ഇവിടെ വളർന്നു വരുന്നൊരു വ്ളോഗറാണ് കേട്ടോ. ഞാൻ ക്യാമറ കാണിച്ചു കൊടുത്തപ്പോൾ ഓള് ഉഷാറായി. ഓള് പാലൊക്കെ കുടിച്ചിട്ട് ഒച്ചപ്പാടും ബോളൊക്കെ ഇട്ടിരിക്കില്ല കേട്ടോ. 2 ആഴ്ചത്തെ ട്രിപ്പാണ് കാനഡയിൽ. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സ്റ്റേ ട്യൂൺ. നമ്മളിങ്ങനെ പുറത്ത് പോകട്ടെ. പുറത്ത് പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ജില്ലു ബേബി, യെല്ലോ ബേബി, നോക്കിയതാ, നോക്കിയേ ഹായ് പറ. അപ്പോൾ അവളൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഞാനിപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രിയാണ് ലാൻഡ് ചെയ്ത്. വന്ന് കൂർക്കം വലിച്ച് കിടന്നു തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും പോർത്തൊന്ന് പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വന്നിട്ടോ. കുറച്ച് കാഴ്ചകളൊക്കെ നീക്കും കാണണ്ടേ അല്ലേ. ദേ കിടക്കുന്നു നമ്മളെ മഞ്ഞ വണ്ടി. ഓഹോ, മഞ്ഞ വണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഓർമ്മകൾ തന്നൊരു വണ്ടിയാണേ. ബ്രോ, നമ്മൾ ഏത് വണ്ടിയിലാണ് പോണത്? അതെന്താ മഞ്ഞ വണ്ടി പോകുന്നില്ല നമ്മൾ? അയ്യോ ജിലുബേബി എങ്ങനെ മഞ്ഞ വണ്ടി പോവാറ്? മഞ്ഞ വണ്ടി കയറാൻ പറ്റില്ല. അതെന്തേ? ഈ കാർ സീറ്റ്. അപ്പോൾ ഇവൾ ഇതുവരെയായിട്ട് മഞ്ഞ വണ്ടി കയറിയിട്ടില്ല. അത് ഭയങ്കര സാഡാട്ടോ. ഈ വണ്ടിൻ്റെ പ്ലേറ്റ് ഉണ്ട്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. കൊല്ലംകാരനോടാണെങ്കിൽ മൂപ്പരുടെ വീട് കൊല്ലാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് കേരള 02 എന്നുണ്ട് പ്ലേറ്റ് കൊടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊക്കെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ വണ്ടിയിലാണ് ഞാൻ കറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ളൊരു വണ്ടിയാണ്. ഒരിക്കലും ഞാൻ വണ്ടിയിൽ പോയ മൊമെൻറ്റ്സ്. ബ്രോ, നമുക്ക് ആ സാഡ് മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ആക്കണ്ടേ? സത്യം അല്ലേ. കേസിനെ ബന്ധപ്പെട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് എടുത്തേ. ടീം മോട്ടൽസ് കോഫിയും കുടിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ ഞങ്ങൾ മെനിഞ്ഞാന്ന് സർവീസിനുണ്ട് ഫോണിൽ. സർവീസ് ഞാൻ തിരിച്ച് വിൽക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സർവീസ് പുള്ളി പറയണേ, ഞങ്ങളുടെ ടെക്നീഷ്യൻ നിങ്ങളെ വണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്തു യൂട്യൂബിൽ, നിങ്ങൾ യൂട്യൂബർ ആണെന്നൊക്കെ ചോദിച്ചിട്ട്. ടെക്നീഷ്യൻ മിക്കവാറും മലയാളിയായിരിക്കും. എടി ഭയങ്കര ജാടയെ വെക്ക്. ഇതാണ് കാനഡയിലെ നമ്മുടെ മോൾ കേട്ടോ. നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട ഇതാണ് കാനഡയിലെ നമ്മുടെ മോൾ. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് കാനഡയിലെ നമ്മുടെ മമ്മി പപ്പയും. ഇത് ഇവരുടെ കയ്യിലുള്ളൊരു സംഭവമാണ്. ഇതെന്ന് സാധനം ഇതിൻ്റെ പേരെന്താ പറഞ്ഞേ? ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് വീട്ടിൽ നമ്മൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. നമ്മളെ ഫോളോ ചെയ്യും, സെൻസ് ചെയ്ത് ഫോളോ ചെയ്യും. പക്ഷേ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഇത് നമ്മളെ സെൻസ് ചെയ്യും. ഒന്ന് കാണിച്ച് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ അവിടെ വെച്ചു. ഓക്കെ, നമ്മൾ ഇവിടെ വെച്ചു. ഓൺ ചെയ്യും. ഓക്കെ, നേരത്തെ കത്തിയിരുന്നു. അമർത്തി പിടിക്കുമ്പോൾ കത്തുന്നു. നേരത്തെ അടിച്ചു പോയി ഗൈസ്. ചാർജ് ഇല്ല. ഇതിന്റെ യൂസ് ഇതാണ്. ഇങ്ങനെ എന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണെങ്കിൽ ഇത് നമ്മളെ ഫോളോ ചെയ്യും. ഫേസ് സെൻസർ ചെയ്തിട്ട് ഫോളോ ചെയ്യും. പല്ലിയൊക്കെ തിന്ന സാധനം വായി നോക്കില്ല. അച്ചാച്ചൻ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അച്ഛനല്ല കേട്ടോ. ഇതേ കൊല്ലം കയറി അച്ചാച്ചനെ ഹസ്ബൻഡിനൊക്കെ വിളിക്കുന്ന പേരാണ് അച്ചാച്ചൻ എന്നുള്ളത്. ബ്ലോഗ് ചെയ്തിട്ട് പൈസ ആക്കുന്നുണ്ടോ? ഓക്കെ, നമ്മളിപ്പോൾ പോകുന്നത് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ ബ്രോ?
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കഴിഞ്ഞ വന്നപ്പോ നമുക്ക് ഒരിടം പോകാൻ പറ്റിയില്ല. ഏകദേശം 10-12 ദിവസം മല്ലു വീട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇന്നലെ വന്നിറങ്ങി. ദ വെരി ഫസ്റ്റ് തിങ് നാഗരയ്ക്ക് പോയത്. നമ്മൾ ആര് വന്നാലും കാനഡയിൽ എന്റെ പരിചയത്തിൽ വെള്ളവീട്ടിൽ ആര് വന്നാലും ആദ്യം കൊണ്ട് കാണിക്കുന്ന സ്ഥലം നാഗര. കാര്യം ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനിൽ ഒന്ന് അതാണ്. ബാക്കിയൊക്കെ ചെറിയൊരു അട്രാക്ഷനാണ്. പിന്നെ താല്പര്യമുള്ള അനുസരിച്ച് പോകാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. നയാഗ്രയാണ് നമ്മളോട് കാണിക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ, അതാണ് മെയിൻ എന്ന് പറയുന്ന കാര്യം. അതാണ് ഉള്ളത് മെയിൻ ആയിട്ട്, അതാണ് അതിന്റെ സത്യം. ഇവിടെ വരുക എന്താ പറയാ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലി ബേബി പുറകിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്ടിരിക്കലാണ്. ഇവള് ഇന്നലെ രാത്രി മുതൽ ഇത് TV ആണ് ഈ കിടങ്ങുന്നത്. ഇതിപ്പം ഇങ്ങനെ മേലോട്ട് ആയി കഴിഞ്ഞാൽ ഓളെ മുഖം നോക്കിയേ മാറി. കേട്ടാ ഞാൻ താഴോട്ടാക്കി നോക്കിയേ, ഇപ്പൊ നോക്കിയേ മാറി. ഇനി മോളോട്ടാക്കി നോക്കിയേ. നല്ല രസമായിട്ടത്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ബോള് കുറച്ചിട്ടുള്ളത്. പിന്നെ അപ്പം അവൾ ആ ഒരു ദേശത്തിൽ എന്നോട് ഉള്ളത്. കഴിഞ്ഞ തവണ വന്നപ്പോ കുഞ്ഞു മോളായിരുന്നു, 3 മാസമായിരുന്നു. ഇപ്രാവശ്യം നല്ല വലുതായിട്ട് വലിയ മോളെ ഒരു വയസ്സും 5 മാസവും 3 മാസം. യെസ് ബർത്ത്ഡേ നമ്മള് നാട്ടിൽ നിന്നാണ് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. ഓ സോറി, മാമോദിസ. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു, ജോലിയിൽ എങ്ങനെ പോകുന്നു ബ്രോ? എന്താണ് കാനഡയിലെ അവസ്ഥ? കാനഡയിലെ നിലവിലെ അവസ്ഥ, ജീവിത സാഹചര്യങ്ങളൊക്കെ സ്റ്റിൽ ഓക്കെയാണ്, നോ പ്രോബ്ലം. ബട്ട് ജോബ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. പല ഇൻഡസ്ട്രിയിലും ജോബില്ല. ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഇവന്റെ രാജി വരെ ലാസ്റ്റ് വീക്ക് അവളെ ജോലി എന്ന് പറഞ്ഞു കിട്ടും. കാനഡിയൻ പാസ്പോർട്ട് അല്ലേ? പാസ്പോർട്ടിന്റെ അല്ലല്ലോ, അവരുടെ കമ്പനി ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടും. അതിപ്പം ഇവളെങ്കാട്ടി മുമ്പ് തന്നെ കാനഡിയൻ സിറ്റിസൺ 10-25 വർഷമായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ടു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമിനെ. ഇവള് പിന്നെ ആഫ്റ്റർ മെറ്റേണിറ്റി ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്തു. അതിപ്പോ ഇവിടെ മാത്രമല്ല, ഇവിടെ നമ്മളെ അറിയാവുന്നവർ തന്നെ ഒരു 50% ആൾക്കാരും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ യൂട്യൂബിൽ ചെയ്തപ്പോൾ യൂട്യൂബിന്റെ അടി വന്ന കമന്റിൽ ഒരുപാട് പേര് ഞാൻ ഇന്നലെ ഫയർഡായി, എനിക്ക് മെനിഞ്ഞാന്ന് ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും പേരാ വന്ന് സപ്പോർട്ടിങ് കമന്റ് ഇടുന്നത്. ഇവിടെ സാഹചര്യം അതാണ്. വി ആർ ഇൻ ക്രൈസിസ്. കാനഡ അടിപൊളിയാണ്. കാനഡ വന്നു കഴിഞ്ഞാൽ ജീവിതം മെച്ചപ്പെടും. ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന ജീവിതം മെച്ചപ്പെടും, ഉറപ്പ് തന്നെയാണ്. പക്ഷെ നിലവിൽ ഇപ്പൊ ഒരു ക്രൈസിസിൽ കൂടെ പോകുന്നത്. പക്ഷെ ഇത് തരണം ചെയ്യും, ഇതും കടന്നു പോവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രിക്കോഷൻസ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് തിങ് അവരിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ഒരു 50% ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്തു. അതായത് ഈ സിറ്റിയിൽ വന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെപ്റ്റംബർ 1-ാം തീയതിയോടെ വൈൻഡപ്പ് ചെയ്തു. നമ്മൾ വിസിറ്റർ വിസയിൽ വന്നിട്ട് ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് LMIയിലേക്ക് മാറി ജോലി കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഈവൻ ട്രക്ക് ലൈസൻസ് പോലും എടുക്കാൻ പറ്റത്തില്ല, അതും മാറ്റി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം PR പോലും കനേഡിയൻ സ്കില്ലുകാർക്ക് മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് വരുന്നതിൽ കുറച്ച് ഹാർഡാക്കി. ടെക്നിക്കലി ഒരു കുറച്ച് നാളത്തേന് കുറയ്ക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ ഈ ക്രൈസിസ് ഒന്ന് മാറാൻ വേണ്ടി. വൺസ് ക്രൈസിസ് മാറിയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ബാക്ക്. ഇത് ഒന്നും കൂടി പറയാം, ഇത് കാനഡയിൽ മാത്രമല്ല, വേൾഡിലെ പല കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഇപ്പോൾ UK ആണെങ്കിലും എവിടെയാണെങ്കിലും, ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും ഒരുവിധം എല്ലാ ഫോറിൻ കൺട്രീസിലും മൈഗ്രേഷൻ ഇപ്പോൾ ഒന്ന് സ്റ്റക്കാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. ഇല്ലീഗൽ മൈഗ്രൻസ് കയറി കൂടിയിട്ട് അവിടെ ക്രിമിനാലിറ്റി ആക്ടിവിറ്റീസും കൂടാൻ തുടങ്ങി, ചക്രമങ്ങൾ കൂടാൻ തുടങ്ങി, തെഫ്റ്റ് കൂടാൻ തുടങ്ങി, പിടിച്ചുപറി കൂടാൻ തുടങ്ങി. ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ നെതർലാൻഡ്സിലെത്തിയപ്പോൾ ആംസ്റ്റർഡാം ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് പുറത്തിലെ ആൾക്കാരാണ്, അവിടുത്തെ ആൾക്കാരെല്ലാം എന്നില്ല. അപ്പം ലോക്കൽസിന് കുഴപ്പമൊന്നും, ലോക്കൽസൊക്കെ ഓക്കെയാണ്. പക്ഷെ പുറത്തിലെ ആൾക്കാർ, ഇപ്പം നമ്മുടെ തന്നെ കേരളത്തിൽ ബംഗാളിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ കേരളത്തിൽ വന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ദേഷ്യം വരും, നമുക്കൊരു പ്രതിഷേധം വരും അല്ലേ. അപ്പോൾ ഇപ്പം ഓരോ ബലാത്സംഗം കാര്യങ്ങളൊക്കെ ഈ വരുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കളവ് കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ നമ്മളെന്താ പറയുക, നമ്മൾക്ക് ഇവരെ തടയണം, ഇവർക്ക് നിയന്ത്രണം വെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടും. സെയിം അതാണ്, നമ്മളെപ്പോഴും ഇവിടുത്തെ ഒരു പരദേശി, മനസ്സിലായില്ലേ? പക്ഷെ നമുക്കത് കമ്പാരിറ്റീവ്ലി കാനഡ പറയുമ്പോണ്ടല്ലോ, കാനഡയിലെ 90% ആൾക്കാരും പ്രവാസികളാണ്. ബിക്കോസ് കാനഡയുടെ ഒറിജിൻ നേറ്റീവ്സ് മാത്രമാണ്. ബാക്കി ഇപ്പോൾ ഉള്ള എല്ലാവരും, ഇപ്പൊ നമ്മൾ മലയാളികളോ ഇന്ത്യക്കാരോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല ഇവിടുത്തെ പ്രവാസികൾ. ഇവരുടെ ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഹിസ്റ്ററി എടുക്കാൻ പോയാലും അവരുടെ അപ്പൂപ്പന്മാരുടെ കാലത്തിൽ ആരെങ്കിലും ഒരാൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നതായിരിക്കും കാനഡയിൽ. സുഖമായിട്ട് ഉറക്കാണ്. ഇതിൽ ഉറങ്ങിയ ആളാണ്. എല്ലാം കൂടി കരഞ്ഞു പിടിച്ചിട്ട് അമ്മേനെ വടിയിലേക്ക് ഇതിൻ്റെ പോയി.
അപ്പം ഡ്രൈവിംഗ് ഒരു ബോറിംഗ് ആണല്ലോ ഇവിടെ. ഭയങ്കര ബോറിംഗ്. ഇവിടെ സ്പീഡ് ക്യാമറാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സ്പീഡ് ക്യാമറാസ് ഒന്നുമില്ല, കുറവാണ്. അത് സ്കൂൾ സോണിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇവിടെ ഇല്ല. പോലീസുകാരെങ്ങനെ ക്യാമറ നാട്ടിലത്തെ പോലെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അങ്ങനത്തെ പരിപാടി. പോലീസുകാർ നമ്മളെ സ്പീഡ് ചെക്ക് ചെയ്യാൻ ചില സമയത്തൊക്കെ വഴിയിലുണ്ട്, അവന്മാരെ ഗണ്ണ് വെച്ച് നോക്കി പിടിക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ക്യാമറ ഇല്ല. അല്ലാതെ സ്പീഡ് ലിമിറ്റ് എത്ര ഇവിടെ? ഇവിടെ മാക്സിമം 100 ആണ്. നമ്മളൊരു 120 വരെയൊക്കെ പോയാലും വലിയ സീനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തീരുമാനം. പക്ഷേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ 101 വേണമെങ്കിലും അവർക്ക് പിടിച്ച് ഫൈൻ തരാം. പക്ഷെ എപ്പോഴും ഒരു ഇതുണ്ടല്ലോ, വണ്ടി എപ്പോഴും സ്റ്റഡി ആയിട്ട് 100 തന്നെ പോകില്ല. ഇതുവരെ 120, 118 വരെ പോയി ആർക്കും ടിക്കറ്റ് കിട്ടില്ല. അതിന് മേപ്പെട്ടുള്ളവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളിവിടെ നയാഗ്ര ഏരിയയിൽ എത്തിയിട്ടോ. ശരിക്കും ഇവിടുന്ന് US ബോർഡർ നേരെ അപ്പുറമാണ്. അറിയാം, നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ഒരു സൈഡ് അമേരിക്കയും ഒരു സൈഡ് കാനഡയുമാണ്. അപ്പം ഈ സിറ്റി എത്തുന്നതിന് മുന്നേ നമുക്ക് ബോർഡറിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇതിലിപ്പോൾ എനിക്കും ദൈവക്കും കുഞ്ഞിനും വേണമെങ്കിൽ അമേരിക്കയിലൊക്കെ പോയി ഇറങ്ങിയിട്ടൊക്കെ വരാം. കാരണം അവർക്ക് ഇവിടുത്തെ പാസ്പോർട്ട് ഉണ്ട്, എൻ്റെ അടുത്ത് US വിസ ഉണ്ട്. പക്ഷേ ഇത് പുള്ളിക്കാരനെ പറ്റില്ല, കാരണം പുള്ളിക്കാരൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടാണ്, അത് എക്സ്പയർ ആയിട്ടുള്ളത്. ഇപ്പോൾ കാനഡയിൽ നിലവിൽ അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂ പരമായ കാര്യങ്ങൾക്ക് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. എത്ര ദിവസം വരുന്നുണ്ട്? നല്ല ദിവസങ്ങൾ വരുന്ന മാത്രമല്ല, നമ്മൾ അവരിട്ട് അങ്ങോട്ടും ഇടും നടത്തിക്കുക. അതില്ല ഇതില്ല, ചമ്മന്തി ഇല്ല, തേങ്ങയില്ല എന്ന് പറഞ്ഞിട്ട് തേങ്ങയ്ക്കകത്ത് ഉപ്പിട്ടില്ലെന്ന് പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇട്ടോടി. ഒരു മാസമൊക്കെ ടൈം എടുക്കും. 1 മാസത്തിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. അടിപൊളി. അതിനെക്കാട്ടി ബെറ്റർ കാനഡിയൻ പാസ്പോർട്ട് എടുക്കുന്നത്. അതെന്താ എത്ര ദിവസം എടുക്കുന്നുണ്ട് അപ്പം? അതൊക്കെ ഒരാഴ്ചക്കുള്ളിൽ. ഏതാ? എൻ്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടല്ലേ, നമുക്ക് ചാമ്പിയാലോ, നമുക്ക് തേച്ചാലോ? ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള ആരെങ്കിലും ഒരാളുടെ ഒപ്പ് വേണം നമ്മൾ കാനഡിയൻ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ. അപ്പൊ ഇവളുടെ ഒപ്പ് ഇവക്ക് വേണ്ടി നമ്മൾ വേറൊരാളുടെ ഒപ്പിടും. ഇപ്പൊ എനിക്ക് വേണ്ടി വേറെ പോകേണ്ട ആവശ്യമില്ല, ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവളുടെ ഒപ്പ് മതി. നമുക്ക് അവളെ ഒപ്പ് ചെറുതിന് ഒപ്പ് പഠിച്ചാ പോരാ. ഞാനിപ്പോ എനിക്ക് താല്പര്യമില്ല, ഇവിടെ രണ്ടുപേരും ഒപ്പ് എനിക്ക് ആവശ്യമില്ല. വേണ്ടാവല്ലോ, അഭിമാനം സംഭവം. അതിൽ പോയിന്റ് ശ്രദ്ധിക്കണേ, ഇന്ത്യൻ കോൺസുലേറ്റിൽ ഒരു ഇന്ത്യക്കാരന് അദ്ദേഹത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അനാവശ്യമായ റീസൺ ഉണ്ടാക്കി ഉരുട്ടെന്ന് ഡിലേ ആണെന്നാണ് പറയുന്നത്. അനുഭവസ്ഥനാണ് പറയുന്നത്. പുള്ളി മാത്രമല്ല, ഇന്നലെ രാത്രി കണ്ട ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് പുള്ളിക്ക് ഇപ്പോൾ കനേഡിയൻ പാസ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ കനേഡിയൻ പാസ്പോർട്ട് മാറ്റാൻ പറ്റും. ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കി കനേഡിയൻ പാസ്പോർട്ട് മാറ്റാൻ പറ്റും. അപ്പം ഒരു നാടിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ഡിലേ ആക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയും ഡിലേ ആക്കിയത് പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ. നേരെ മറിച്ച് പോയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല എന്ന് വെച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വേഗം കനേഡിയൻ പാസ്പോർട്ട് എടുത്തിട്ട് പ്രശ്നം എടുത്ത് തീർക്കും. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ. ഇവിടെ വന്ന് ഇറങ്ങി ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു രാജിൻ്റെ കൂടെയാണ് പറഞ്ഞത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം പാർക്കിംഗ് ആണ്. നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുത്തിട്ട് ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. അത് ഇവിടെ കണ്ടോ, ഒരു ഫ്ലാറ്റ് റേറ്റ് $35 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ വണ്ടി വെക്കാം. അവിടെ $50 എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് നാട്ടിലത്തെ ഒരു 4000 ആയില്ല ബ്രോ, 3000 രൂപയുടെ അടുത്താണ് ഇവിടെയൊക്കെ എന്താ പറയുക ചാർജ് ചെയ്യുന്നത് പാർക്കിങ്ങിന്. $20 അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എക്സ്പെൻസീവ് അല്ല. കാരണം ഇവിടെ ബർഗർ എന്നാൻ കൊടുക്കണം $10-15. നമുക്ക് ദൂരത്തെ നമുക്ക് നയാഗ്ര വാട്ടർഫോൾസ് അവിടെ ലോങ് കാണാൻ പറ്റും. നയാഗ്രയിൽ നല്ല തിരക്കാണ്. ഇത് കനേഡിയൻ സൈഡാണ് വരുന്നത്, അത് US സൈഡ് കേട്ടോ. നല്ല തിരക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞോണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇട്ടുതരാം, നിങ്ങളെല്ലാവരും കണ്ടാൽ മതി. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ട് റിപ്പീറ്റ് ചെയ്യാത്തത്. കഴിഞ്ഞ തവണ ഈ വഴി മുഴുവനും നടന്നിട്ട് ഇതിൻ്റെ എല്ലാ വിഷ്വൽസും ഇഞ്ചോട് ഇഞ്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കാണാൻ പറ്റും. കാരണം നമ്മളിവിടെ സിറ്റിയൊക്കെ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. നമുക്കിതിന് ഫുഡും കാര്യങ്ങളും കഴിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വെരി എക്സ്പെൻസീവാണ്. നമ്മൾ വരിക, നമ്മളിവിടെ ഫോട്ടോസൊക്കെ എടുക്കുക, വീഡിയോസൊക്കെ എടുക്കുക, എന്നിട്ട് ആൾക്കാരൊക്കെ ഒന്ന് വായൊക്കെ നോക്കി ഉഷാറാക്കി ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് പോവുക. അത്ര നല്ല ബ്രോ. അതെ, ടു എക്സ്പെൻസീവ്. ഈവൻ പാർക്കിംഗ് മാത്രമല്ല, ടോയ്ലറ്റ് പോകണമെങ്കിൽ എനിക്കൊന്ന് പൈസ കൊടുക്കണം. ഇവിടെ ഒരു ടിപ്പിൻ്റെ സിസ്റ്റം ഉണ്ടോ? ടിപ്പിംഗ് സിസ്റ്റം ഉണ്ടോ? ടിപ്പ് കൊടുക്കുന്നത് പക്ഷേ US നേരെ തിരിച്ചിട്ടാ അവിടെ ചോദിച്ചോ ടിപ്പില്ലേ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, സോ വി ജസ്റ്റ് മൂവിങ്. ഇതിടെ കാനഡ എന്ന പേരേ ഉള്ളൂ. 100% എനിക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യക്കാരാട്ടോ. അതാണ് അതിൻ്റെ സത്യം. ഇവിടെ ഒരു എല്ലാം ഇന്ത്യക്കാരുള്ളത്. സ്റ്റോപ്പ് ആക്കി മോനെ. ക്രോസ് ചെയ്താണ് നിങ്ങൾ വണ്ടി നിർത്തി സിബ്ര ക്രോസ് ചെയ്ത് കൂടെ ആൾക്കാരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ വ്യൂ ആണ്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിർത്തി അതേ പാർക്കിങ്ങിൽ ഇത്ര നിർത്തിയത്. എത്ര പ്രോ? $15 അല്ലേ? $15. ഇവിടെ $50, $30, $20 നിങ്ങൾക്ക് പാർക്കിംഗ് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഇവിടെ $15 നമുക്ക് പാർക്കിംഗ് കിട്ടി. കഴിഞ്ഞ തവണ ഇവിടെ $15 ആയിരുന്നു കൊടുത്തത്. പക്ഷെ ബ്രോ പറഞ്ഞത് ഇവർ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ $5, 9 വർഷം മുമ്പ് $5 സ്ഥലമാണ് ഇപ്പൊ എല്ലാം കൂടിയിട്ട് ഇത്രയായത്. 9 വർഷം കൊണ്ട് 15 ആയിട്ടുള്ളൂ. ഏതോ പാവപ്പെട്ട ലൈറ്റ് ലോൺ ആക്കിയിട്ട് പോയിട്ടുണ്ട് ആ വണ്ടീൻ്റെ. തിരിച്ചു വരുമ്പോഴേക്ക് ആ പാവത്തിന് ചാർജ് മൊത്തം തീരും. ഇവിടെ ലെഫ്റ്റ് സൈഡ് സ്പോട്ട് ഉണ്ട്. പക്ഷെ നല്ല വെതറാണ്, നല്ല ക്യാമറക്ക് പറ്റിയ വെതറാണ്. നല്ല വെളിച്ചമുണ്ട്, അതുപോലെ ഒരു ഇളം തണുപ്പും. ജിലുബേബി സ്ലിപ്പിംഗ്. ഹലോ ജിലുബേബി, ലുക്ക് അറ്റ് മീ. ഏയ് ചിരിച്ചേ. ഓക്കെ, പുറത്തിറങ്ങാൽ ഇപ്പം നമ്മൾ സാധന സാമഗ്രികളൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചോ അല്ലെങ്കിൽ കള്ളന്മാരൊന്നും അടിച്ചു വരപ്പോലുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പുറത്ത് കാണുന്ന രീതി വെക്കില്ല. ഗ്ലാസ് പൊട്ടിക്കൊണ്ടോന്നില്ലല്ലോ. ഇല്ല, ഇതും വെച്ചു, ഇതും വെച്ചു. ക്യാമറ നമുക്ക് ഇതിൽ വെക്കാം. ക്യാമറ നമ്മളിപ്പോൾ എടുക്കുന്നില്ല. വേറെ എന്തെങ്കിലും കൊണ്ടുപോകത്തുണ്ടോ? ഈ ക്യാമറ വേണം എടുത്ത് ബാഗിലിടാം. ചിലപ്പോൾ ആവശ്യം വന്നാലും എവിടെയെങ്കിലും. ചീരത്തേതോ. Let's go, let's go, let's go. അതിൻ്റെ മുകളിൽ ചെറിയ വണ്ട് പോലത്തെ ഒരു സാധനം വരുന്നുണ്ടോ? കഴിഞ്ഞ തവണ കാണിച്ചു തന്നെ ഞാൻ. ലിഫ്റ്റ് ആട്ടോ അതിൻ്റെ മുകളിലേക്ക്. അല്ലേ, അതൊരു ഹോട്ടലാണ്. അതിന് സ്കൈലോൺ ആണ് അതിൻ്റെ പേര്. അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ലിഫ്റ്റാണ്. നമ്മള് പിങ്ക് ട്രൗസറും അതുപോലെ തന്നെ റോസ് ഷൂസും മഞ്ഞ ടീഷർട്ടും കേട്ടോ. So we are going to casino. Yeah. More money. Yeah. Millionaire. പുള്ളി കസീനോയിലേക്കാണ് പോണത്. ഞാൻ പുള്ളിയുടെ ഇവിടെ കാണാൻ പോകുന്നതാണ്. കസീനോ എക്സ്പെർട്ട് ആണ് ഗൈസ്. ഞാൻ എന്റെ കയ്യിലുള്ളത് റൂളറ്റ് വാച്ച് ആണ്. ബ്രോ എന്റെ വാച്ച് കണ്ടിട്ട് നിങ്ങൾ ഫോളോവേഴ്സിന് ഒരു കസീനക്കാരനാണ് കണ്ടോ. നിങ്ങൾ പോയാൽ വാച്ച് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ കസീനക്കാരനൊന്നുമല്ല. ഇത് ലക്കി ആർവി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റൂളറ്റ് എഡിഷൻ കേട്ടോ, സ്പെഷ്യൽ എഡിഷൻ ആണ്. അപ്പം ആ കാണുന്ന ഒരു കസീനോ ആണ്. നമ്മൾ അതിലേക്കാണ് പോണത്. അവിടെ പോയിട്ട് ഞങ്ങളിന്ന് കോടികൾ ഉണ്ടാക്കും ഗൈസ്. കോടികൾ, ലക്ഷങ്ങളല്ല കോടികൾ, മില്യൺസ്. നമ്മുടെ റോൾസ് റോയ്സ് വാങ്ങേണ്ട പൈസ നമ്മൾ ഉണ്ടാക്കുന്ന പറയാം. മിലിറ്ററിന്റെ ഹെലികോപ്റ്റേഴ്സ് ഇങ്ങനെ പറന്നു പോയിക്കൊടുക്കുന്നുണ്ട്. കുറേ സമയത്ത് കാണുന്നുണ്ട്. വലിയ പാർക്കാണ്, നല്ല വലിപ്പമുള്ള പാർക്കിംഗ് ആണ്. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ കുടിക്കോടിയിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കില്ല കേട്ടോ. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. നിങ്ങൾ ഈ എപ്പോഴെങ്കിലും കാനഡയിൽ വന്നിട്ട് ഈ ഒരു ലൊക്കേഷൻ കാണാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹൈ ഹീൽ ചെരുപ്പൊന്നിട്ട് വരരുത്. സ്ത്രീകളോടാണ്. നിങ്ങൾ സ്പോർട്സ് ഷൂസൊക്കെ ഇട്ട് വന്നാൽ മതി. കാരണം പാർക്കിംഗ് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ് പാർക്കിംഗ് കിട്ടുക. കുറേ നടക്കാനുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ 1-2 കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു. കാരണം ഇവിടുന്ന് വെള്ളം കുടിക്കാന്നെല്ലാം പറയുമ്പോൾ സ്വർണം വാങ്ങുന്ന പൈസയാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും മോളും കൂടിയിട്ട് ഇതേ കസിനോയിലേക്ക് പോകുന്ന പോക്കാണ്. ഓഡീഷൻ മാറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉച്ച സമയമായതുകൊണ്ട് റെസ്റ്റോറൻറ്റൊക്കെ കാലിയാണ്, ആൾക്കാരൊന്നുമില്ല. എല്ലാം എക്സ്പെൻസീവ് ആണ്. ഇവിടുന്ന് ഒരിക്കലും ഫുഡ് കഴിക്കാമെന്നുള്ളൊരു ചിന്ത നിങ്ങൾ വെക്കേ വേണ്ട. ഇതൊക്കെ ഹെവി എക്സ്പെൻസീവ് ആണ്. പറ എന്താണ്? അല്ല വണ്ടി പോകുന്നവരോട് നമുക്ക് മുകളിലെത്തണ്ടേ? നമ്മൾ ഇതൊക്കെ പോയാ പോരെ മനുഷ്യന്മാർക്ക്. എന്താ പറയുക, എക്സോസ്റ്റ് ബോക്സ് വാങ്ങണ സൂപ്പർ. ഇത് ഇവിടെ ഒന്നും വണ്ടി പാർക്കിംഗ് സ്പേസ് കാണുന്നില്ലല്ലോ. ഒരു കാര്യം, ഈ പ്ലാന് പാളിക്കഴിഞ്ഞല്ലേ ബ്രോ, പിന്നെ വെറുതെ വിടാൻ പാടില്ല. എന്നെ ചുമന്നെടുത്ത് നടക്കണോ? പ്ലാന് പാളിക്കഴിഞ്ഞാല് എക്സ്പേർട്ട് ഇടോ. കാസിനോന്റെ എക്സ്പേർട്ടായി പോണതേ. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചീട്ടുകളി ആശൻ. ഇന്നലെ മില്യൺസ് ഉണ്ടാക്കിയ ചീട്ടുകളി ആശനാണ്. കുറെ നടന്ന് അവസാനം നമുക്ക് ലിഫ്റ്റ് കിട്ടി ഗായ്സ്. ലിഫ്റ്റ് കിട്ടി. മാഡത്തിന്റെ സന്തോഷം നോക്കിയാ ബ്രോ, സന്തോഷം നോക്കിയാ. അല്ലെ പെട്ടുപോയതിന് എലിവേറ്റേഴ്സിൽ കാണുന്നുണ്ട്.
നമ്മളിപ്പോൾ പോണത് കാനഡയിലെ ഒരു പാർക്കിംഗ് യാർഡിൽ നിന്ന് ബിൽഡിങ്ങിലേക്ക് പോകുന്നതാണ്. കാനഡ എന്താണ് കാനഡ? ഇതൊക്കെയാണ് കാനഡ. ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു പുരാതന അമ്പരചുംബിയായ കെട്ടിടത്തിന്റെ അടിയിലത് ലിഫ്റ്റ്. പണ്ടര പറഞ്ഞ എന്താ പറയാ, ചക്കിക്കൊത്ത ചങ്കര എന്ന് പറഞ്ഞല്ലേ. എവിടെ കോടികൾ ഉണ്ടാക്കാൻ പോകുന്ന ഭർത്താവന്മാരും ഞാൻ ക്യാമറമാൻ മാത്രം. ഞാനൊരു കാര്യം പറയട്ടെ, കോടികൾ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇവര്. പക്ഷെ ഇവർക്ക് ഈ വഴി കാണിച്ചു കൊടുത്ത ഞാൻ എത്തില്ലേ? അല്ല, ഞാൻ ചെറിയ സംശയം കേട്ടെ, മാഡം ആ സ്റ്റെപ്പ് വരുമെന്ന് അവിടെ എത്തിയനെ, അവിടെ നിന്ന് ഇവിടെ വരെ നടക്കാനുള്ളൂ. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അവരെന്ത് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വന്ന വഴി അതാണ്, അവിടെ നിന്നാണ് കയറി ഇങ്ങോട്ട് വന്നത്. ആര് നീ? ആ റോക്ക് സ്റ്റാർ? ആ ഇവിടെ ഗാർഡൻ ഉണ്ടാവും. ഇപ്പോൾ US പോയി കഴിഞ്ഞാൽ ലാസ് വേഗാസിൽ കസിനോസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു കോപ്പി കാറ്റ് ഇവിടെ ഉണ്ട്, അത്രയൊന്നും ഇല്ലെങ്കിലും. ഓ ഇതാണ് കസിനോ. കസിനോൻ്റെ അകത്ത് നമുക്ക് ക്യാമറാസൊന്നും അലൗഡ് ഇല്ല കേട്ടോ. അപ്പം മാഡം നമ്മൾ കസിനോ പോയി കോടികൾ ഉണ്ടാക്കട്ടെ, എന്നിട്ട് തിരിച്ചു വന്നിട്ട് കോടികളിൽ കെട്ടിങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വേറെന്തെങ്കിലും നിനക്കെന്തെങ്കിലും? എനിക്കൊരു കണ്ണാടിയുടെ വാങ്ങി ഓക്കെ, ഞങ്ങളത് ഉള്ളിലേക്ക് കയറി തിരിച്ചു വന്നിട്ട് കറക്റ്റ് കാണിച്ചു. പോയി ഗൈസ്, $200 പോയി ഗൈസ്, $200 പോയി ഗൈസ്. ഞാൻ കസിനോയിലേക്ക് വരാൻ വന്ന ചെക്കന എന്നെ പിടിച്ചിട്ട് കസിനോ കൊണ്ടുവന്ന് എൻ്റെ $200 പോയി. അയ്യോ, പോയത് പോടുന്നൊക്കെ ഇനിയും വരുന്നു. പക്ഷെ ഒന്നും കേട്ടോ, $200 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം എൻജോയ് ചെയ്തതിനുള്ളിൽ പോയിട്ട് നിങ്ങൾ കാഴ്ചകൾ കണ്ടു, കസിനോ കളിക്കണം, അത് കഴിഞ്ഞു. ഹാപ്പി, ഡബിൾ ഹാപ്പി, സൂപ്പർ ഹാപ്പി. എവിടെ നമ്മള് ഒപ്പരം വന്ന ആളെവിടെ? ഇവിടെ തന്നെ വരാൻ പറ. അയ്യോ, ഏത് കടയില്ല? ഇവിടെ കസിനോയിൽ പോയ ആൾക്കാരൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. ഒരാൾ പോലും സന്തോഷത്തോടെ പുറത്തേക്ക് വരില്ല. അതാണ് കസിനോന്റെ പവർ എന്ന് പറയുന്നത്. കസിനോയിൽ $200 പോയതിന് വിഷമം തീർക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഓക്കെ 1 2 3 4 5 6 കൊട്ട് മാത്രമേ ഉള്ളൂ. കൊട്ട് കഴിച്ചോ? സംഭവം ഇവിടെ ഓർഡർ ചെയ്ത ഫുഡാണ്. പാവം ബേബി കെയറിൽ ഫുഡില്ല, എല്ലാം കൂടി വറ്റിച്ചെടുത്ത് പുള്ളി കഴിച്ചിട്ടുണ്ട്. നമ്മൾ പട്ടിണിയാണ് ഗൈസ്. ഇത് പോകുന്നേക്ക് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുള്ളത്. പിന്നെ എന്താണ് പറയാനുള്ളത്? കസിനോ കിങ് കൊട്ട് വെച്ചാൽ എല്ല് ആശാൻ വ്ളോഗ് തുടങ്ങി, മാഡം വ്ളോഗ് തുടങ്ങി. ഇതെന്താ ഇത്? ഇതെന്താ എന്തിത്? ചോക്ലേറ്റ് വാങ്ങുന്നു എനിക്ക് തരാണ്ട്. എനിക്ക് അല്ല, നമ്മളങ്ങോട്ട് പോകണം. നമ്മളെ വണ്ടി ഇവിടെ ഉള്ളത്, ഇതുവഴി ഇറങ്ങിയപ്പോൾ നമുക്ക് നമ്മളങ്ങനെ പാർക്കിങ്ങിൽ തിരിച്ചെത്തി. ഞാൻ തിരിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എന്താ ഈ സൈഡിൽ നിന്നാണ്, അപ്പം ഭയങ്കര ബ്ലാക്ക് അടിക്കുന്നുണ്ട്. ബ്രോ കരഞ്ഞിട്ടാണോ പോണത്? ചിരിച്ചിട്ടാണോ കരഞ്ഞിട്ടാണോ? നേരം കൊണ്ട് ഇവിടെ നോക്കുന്നുണ്ടോ? പ്രശ്നം കഷ്ടപ്പാട് കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാണ്. അതാണ് പ്രശ്നം. എന്താണ് സ്റ്റോളറിൽ ഇരിക്കാൻ? നീ നാടനായതുകൊണ്ടാ? നാടൻ കുട്ടി ആയതുകൊണ്ടാ? ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ രാവിലെ വന്ന വണ്ടിയാണ്. ഓ പിന്നെ ഒരു കാര്യം എന്തേ, ഞാൻ ഇപ്പോഴത്തെ കണ്ണൊക്കെ കുറിച്ച് ഇതാന്ന് തുടങ്ങിയിട്ടുണ്ട്. വർക്കപ്പ് ചെയ്തിട്ട് ജെറ്റ് ലാഗ് ആണ് കേട്ടോ. ജെറ്റ് ലാഗ് മാക്സിമം ഒഴിവായിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ലെവലിലുള്ളത്. അപ്പം റൂമിലേക്ക് പോകണം, പോയിട്ട് കിടന്നു തുടങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിനി ഒരുപാട് ട്രാവൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലാട്ടോ നിലവിലുള്ളത്. ജില്ല ബേബേ സേ ഹായ്, സേ ബായ്. നമ്മൾ ഫൈനപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ. ഒരു ബായ് പറയടി, ജാട കാണിക്കാണ്ട്. ബായ്. മോളെ എവിടെയോ നോക്കിയിട്ട് ബായ് പറഞ്ഞിട്ടോ. ഉമ്മ ഇങ്ങോട്ട് കൊണ്ടോ ക്യാമറയിൽ, ഉമ്മ കൊടുത്തേ ബായ്. അപ്പം കുറച്ച് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. കാനഡയിലെ മാർക്കറ്റുകൾ, കാനഡയിലെ സ്ട്രീറ്റുകൾ, കാനഡയിലെ മലയാളികൾ, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് വരുന്നുണ്ട്. ജെറ്റ് ലാഗ് അടിച്ചിട്ട് പൈസ വർക്കത്തില്ല കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയാനല്ലേ, ക്ഷീണമായി. അമ്മമാരിന് ഓടി എത്തുമ്പോഴത്തേന് ഉറങ്ങി പോകും മിക്കാറും. ഞാൻ ഇപ്പൊ തന്നെ കിടന്നുറങ്ങും. എനിക്കൊരു കോഫി കിട്ടണം. ടിമോട്ടൻസും പോയിട്ട് കോഫി വാങ്ങിച്ചാൽ അവിടെ വരെ ഓടി. ഇവിടെ പെട്ടിക്കടനൊക്കെ കൂടുതൽ ടിമോട്ടൻസ് കേട്ടോ. ഒരു സ്ട്രീറ്റിന്റെ ഒരു റോഡിന്റെ അപ്പുറം ഇപ്പുറം ടിമോട്ടൻസ്. എനിക്ക് തോന്നുന്നു കാനഡക്കാർ ടിമോട്ടൻസ് ഇല്ലെങ്കിൽ അവർ തീർന്നു. അതാണ് അതിന്റെ സത്യം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല വീഡിയോസ് ഒക്കെ വരാനുണ്ട്, നല്ല അടിപൊളി വീഡിയോസ് വരാനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കീപ് ഇൻ ടച്ച്. ഹാപ്പി ആയിട്ടൊക്കെ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.